ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാർട്ടൺ ബോക്സ് ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ ഡൈ വരച്ചെടുക്കുന്നതിൻ്റെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ചെയ്തൊരു കാർട്ടൻ്റെ ഡൈ വരച്ചതാണ്. അതിൻ്റെ ഒരു 6 സൈസിൻ്റെ ഇതിനടുത്ത് കൊടുത്തിട്ടുണ്ട്. 6 സൈസ് എന്ന് പറയുമ്പോൾ 6 വലുപ്പത്തിലുള്ള കാർട്ടനാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കാർട്ടൻ്റെ പൊക്കമാണ് 87 mm. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 40 mm ആണ് ഈ ബോക്സിൻ്റെ തിക്നെസ്, അതായത് ഒരു സൈഡിൻ്റെ അളവ്. ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലെ വീതി 70 mm ആണ്. ഹൈറ്റ് നേരത്തെ പറഞ്ഞ 87 തന്നെ. ഇപ്പോൾ ഇതുപോലെയുള്ള ഡൈകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന സൈറ്റുകളുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള അളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് അളവിലുള്ള ഡൈ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മോഡൽ ഞാൻ വരച്ച് വെച്ചേക്കുന്ന ഡൈയോടെ ഏകദേശം സാമ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ വിഡ്ത്താണ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന 70 mm. ഇതിൻ്റെ അകത്ത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ബോക്സിൻ്റെ തിക്നെസ്, അതായത് ഒരു വശത്തിൻ്റെ വീതിയാണ്. നമുക്കിവിടെ ഇതിൻ്റെ അളവ് 40 mm ആണ്. ഇവിടെ എച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഈ ബോക്സിൻ്റെ ഹൈറ്റാണ്. നമ്മളിവിടെ ഡൈ ലൈൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡൈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഡൈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു യൂസർക്ക് 3 എണ്ണം വരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫയൽ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. കോറലിലേക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കിത് കോറലിലോ ഇല്ലുസ്ട്രേറ്ററിലോ എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇത് കോറലിലേക്ക് വലിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് 2 പേജ് കാണിക്കും. അത് നമുക്ക് ഫസ്റ്റ് പേജ് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. രണ്ടാമത്തെ പേജിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫോണ്ട് മിസ്സിങ്ങിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കാണിക്കും. നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ആ ഇൻസ്ട്രക്ഷൻ്റെ ഫോണ്ട് ആയിരിക്കും. നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ എന്നുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഡൈയുടെ അടിവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വരച്ചിട്ട ഡിസൈനും ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടിലേതായാലും കുഴപ്പമില്ല. ഇതിപ്പം ഇങ്ങനൊരു ഡിസൈൻ അടിയിൽ ലോക്ക് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത അളവുകൾ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഹൈറ്റ് നമുക്ക് 87 mm തന്നെയാണ് കിട്ടിയേക്കുന്നത്. വിഡ്ത്ത് 70 mm ആയിട്ടുണ്ട്. നമുക്കിവിടെ സൈഡ് വിഡ്ത്തും 40 mm ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് EPS ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ 300 കൊടുക്കണം. അതുപോലെ തന്നെ മോഡ് CMYK ആക്കണം. ഇപ്പോൾ ഡൈ ഇവിടെ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കത് ആ ലൈൻസ് തെളിഞ്ഞ് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പുതിയ ലെയർ ആഡ് ചെയ്തിട്ട് കളർ കൊടുക്കുക. ഇപ്പോൾ ഈ ഡൈ ലൈനെല്ലാം നമുക്ക് കൃത്യമായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പഴയ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു ഡിസൈൻ ഇതിൻ്റെ അകത്തേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കോമൺ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഓരോ പോർഷനിലും വരാനുള്ള മാറ്റങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഓരോ പോർഷനിലും സെപ്പറേറ്റ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിവിടുന്ന് PDF ആയിട്ട് സേവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പഴയ സൈറ്റിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ഇവിടെ ഡ്രാഗ് യുവർ ഫയൽ എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന PDF ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പ്രിവ്യൂ ബോക്സ് ടൈപ്പിൽ നമുക്ക് കാണിക്കുന്നുണ്ട്.